ഒരു കുഞ്ഞു കഥ സ്വരുട്ടമാ. അപ്പൊ ഈ ഒരു സ്റ്റോറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആക്ച്വലി എന്താണ് ഒരു ഇമാജിനറി ആയിട്ടുള്ള മറ്റേ രമേശൻ മോഹനൻ പോലത്തെ എന്താണ് സാങ്കല്പികമായിട്ടൊരു സ്റ്റോറി അല്ല. ഇത് റിയൽ ലൈഫിൽ നടന്നൊരു സ്റ്റോറിയാണ്. ലെറ്റ് മീ ബി വെരി ഹോണസ്റ്റ് വിത്ത് യു പീപ്പിൾ. സോ എന്താണ് ഞാനിങ്ങനെ ബേക്കറിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് പല കുട്ടികളും നമ്മളെ ബേക്കറിയിൽ എഴുതാൻ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളെ ഈ കിൻഡർ ജോയിന്റെ ഒരു ഹാരി പോട്ടർ എന്ന് പറയുന്ന ഒരു എഡീഷൻ ഉണ്ട്. അപ്പൊ അത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും അത് വന്നിട്ടില്ലല്ലോ എന്താന്നുള്ളത്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി ഹാരി പോട്ടർ. ഓക്കെ, ഹാരി പോട്ടറിനെ പറ്റിയിട്ട് പറയുമ്പോഴാണ് ഇങ്ങനെ ഹിസ്റ്ററിയിലേക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹാരി പോട്ടർ ടുഡേ. അപ്പൊ എന്താണ് ജെ കെ റൗളിംഗ്. അപ്പൊ ജെ കെ റൗളിംഗ് ആണ് ഈ ഹാരി പോട്ടർ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവരെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ റിയലി ചെയ്യണം കൈൻഡ് ഓഫ് and they have started as a career as a writing. They have failed multiple times. See, ഒരു ഹാരി പോട്ടർ എന്ന് പറയുന്ന ചില അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ഒരു വളരെ ടഫ് ആയിട്ടുള്ള ടൈമിലൂടെ കടന്നു പോകുന്നവര് എന്താണ് ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് എന്താണ് മര്യാദയ്ക്ക് ഒരു ജോലിയില്ല, അണ്ടർ എംപ്ലോയിഡ് ആണ്. എന്ന് പറയുന്നത് നത്തിങ് എന്താണ് മീനിങ് ഫുൾ ഇൻ ലൈഫ് ഫോർ ദം. അവർക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് പിന്നെന്താണ് അവരെ ഒരു ആകെയുള്ളൊരു എന്താണ് ഒരു ഡോട്ടറാണ്. അപ്പൊ ഡോട്ടറിനെ തന്നെ എന്താണ് ഗവൺമെന്റിന്റെ ഒരു എന്താണ് തരുന്ന ഫ്രീ ആയിട്ടുള്ള ആനുകൂല്യങ്ങളാണ് അവരുടെ കുടുംബം തന്നെ അങ്ങനെ പോറ്റുന്നത്. ഐ മീൻ ഷീ ജെ കെ റോളിംഗ് ആൻഡ് ലിറ്റിൽ ഡോട്ടർ. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എന്താണ് നമ്മുടെ ജെ കെ റോളിംഗിന് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ എഴുതുന്ന സമയത്താണ്. ഷീ ലവ്സ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ആൻഡ് കീപ് റൈറ്റിംഗ്. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു എന്താണ് ഫിക്ഷൻ കാറ്റഗറിയിൽ എഴുതുന്ന ഒരു സ്റ്റോറി ആയിട്ടില്ല ഹാരി പോട്ടർ എന്ന് പറയുന്ന ഒരു സ്റ്റോറി എഴുതുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു സ്റ്റോറി എന്താണ് അവർ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ എന്തായി കുറച്ച് പബ്ലിഷേഴ്സിന് അടുത്ത് പോയി. പക്ഷെ അവർ ആരും തന്നെ എന്ത് ചെയ്തില്ല ഈ ഹാരി പോട്ടർ എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ ആ ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തില്ല, പെർമിഷൻ കൊടുത്തില്ല. പല ആൾക്കാർ എന്താണ് അത് അപ്പാടെ കണ്ട ഭാവം നടിക്കാതെ മൊത്തം റിജക്ട് ചെയ്തതാണ്. ലൈക്ക് സം ഓഫ് ദം ഈവൻ സെഡ് ദാറ്റ് എന്ന് പറയുന്നത് യു ഷുഡ് ഫൈൻഡ് എ ഡേ ജോബ്. അതായത് ഒരു ദിവസക്കൂലി എന്താണ് ഇങ്ങനത്തെ വെറുതെ എന്താണ് ഈ ഒരു വെറുതെ കഥ ഇങ്ങനെ എഴുതിയിരിക്കണം. നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി, അതായത് ദിവസ വേതനം കിട്ടുന്ന എന്തെങ്കിലും ജോലിക്ക് പോകുക. അതായത് ഇൻഡയറക്ട്ലി എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റോറിയൊക്കെ എഴുതാനും ഒരു എന്താണ് ഒരു സ്റ്റോറി ടെല്ലർ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റിയൊരു ജോലി അല്ല എന്നുള്ള ഒരു മുഖത്ത് നോക്കി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന പോലെയായിരുന്നു. സോ അങ്ങനെയൊക്കെ കഴിഞ്ഞ് എന്താണ് 12 പ്രാവശ്യമാണ് 12 times failed attempts failed to publish that story. So obviously anybody could get frustrated at that time. കാരണം നമ്മൾ 12 പ്രാവശ്യം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തിട്ട് എന്നിട്ട് 13ാമത്തെ പ്രാവശ്യം വീണ്ടും കൊടുക്കുക എന്ന് പറയുന്നത് മാൻ ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. സോ അവരെന്താണ് ഈ പറഞ്ഞ എന്താണ് സെറ്റ് ബാക്സിലൊന്നും തളരാതെ എവറി സിംഗിൾ ഡേ പേഷ്യൻലി ദേ കെപ്റ്റ് വെയിറ്റിംഗ് ഫോർ ദർ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞപ്പോ ബ്ലൂംസ്ബറി എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ആയിരുന്നു. ഒരു എന്താണ് ഈ ലണ്ടനിൽ പ്രവർത്തിക്കുന്ന ഒരു എന്താണ് ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക്കേഷൻസ് ആയിരുന്നു അത്. നമ്മുടെ നാട്ടിലൊക്കെ DC ബുക്സ് എന്നെല്ലാം പറയുന്ന പോലത്തെ എന്താണ് അവിടെ നാട്ടിൽ എന്താണ് ഒരു ബ്ലൂംസ്ബറി എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പബ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ കൊടുത്ത അവർ പക്ഷെ എന്താണ് അവരിത് ഓക്കെ അവരെ അഗ്രി ചെയ്ത് പബ്ലിഷ് ചെയ്യേണ്ടിട്ട്. പക്ഷെ അവരെന്താണ് വെറും 500 കോപ്പീസ് ഓഫ് ദറ്റ് ബുക്ക് ഓൺലി ദ പബ്ലിഷ്. കാരണം അവർക്ക് ചെറിയൊരു പേടിയുണ്ട്, അഥവാ ഇത് സക്സസ് ആയില്ലെങ്കിൽ നമുക്കല്ലേ പൈസ നഷ്ടം. സോ അങ്ങനെ അവർ ചെയ്ത് എന്താണ് ആകെ ഒരു 500 കോപ്പീസ് മാത്രം അവർ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ പബ്ലിഷ് ചെയ്ത് അത് എന്താണ് ഓരോ ലൈബ്രറീസിന്റെ അല്ലെങ്കിൽ ആ ബുക്ക് സ്റ്റോറിന്റെ അവിടെ ആ ഷെൽഫിലേക്ക് വെക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ സക്സസ്. സി ആഫ്റ്റർ ദാറ്റ് ദ റെസ്റ്റ് വാസ് ഹിസ്റ്ററി. 500 million copies of that book sold till this date. I mean 500 million, not 500 books, 500 million books. And it is translated in 80 plus languages. So, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു സ്റ്റോറി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ആ 12ാമത്തെ ഫെയിലിയറിൽ അവരിങ്ങനെ വിചാരിക്കുവാണ് എനിക്ക് ഈ ബുക്ക് റൈറ്റിംഗിൽ എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ എനിക്ക് പോസിബിൾ അല്ല. ജെ കെ റൗളിംഗ് അങ്ങനെ വിചാരിച്ചിട്ട് അവർ ഇത്രയും കാലം ഒരു ക്ഷമയോടുകൂടി കാത്തിരുന്നു. പക്ഷെ ആ നിമിഷം അവർ അവരുടെ പേഷ്യൻസ് ബ്രേക്ക് ചെയ്തിട്ട് അപ്പൊ അവർ വിചാരിക്കണം ചിലപ്പോ അവർ ആ പറഞ്ഞ ചങ്ങി പറഞ്ഞ ശരിയായിരിക്കണം എന്ന് പറയേണ്ടത്. എനിക്ക് ചിലപ്പോ ഈ ജോലി നിനക്ക് പറ്റിയതല്ല എന്ന് പറയാം. ഞാൻ വേറെ എന്തെങ്കിലും മറ്റേ വേലക്കൂലിയിലും എന്ന് പറയേണ്ടത് നോക്കി നടന്നു കഴിഞ്ഞിട്ട് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് കുറച്ചൊരു പൈസയെങ്കിലും കിട്ടും, കുടുംബത്തിന് ആരെയും പോറ്റനെങ്കിലും പറ്റി. വെറുതെ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ എഴുതി കുട്ടികളെ കൊണ്ട് ആരും എന്തായാലും പബ്ലിഷും ചെയ്യുന്നില്ല. പക്ഷെ അവരത് അങ്ങനെ ചെയ്തില്ല. waiting for the years to come. And one single day, when that Bloomsbury published
ഹാരി പോട്ടർ ഇറ്റ് ബിക്കേം ഇൻസ്റ്റന്റ് സക്സസ്. ഇന്ന് എന്താണ് ഫിക്ഷൻ എന്ന് പറയുന്ന ബുക്കിന്റെ കാറ്റഗറിയിൽ വൺ ഓഫ് ദ മോസ്റ്റ് ലെജൻഡറി സീരീസ് വി കോൾ ഇറ്റ് ഫേമസ്ലി ഹാരി പോട്ടർ. അപ്പൊ അതാണ് എനിക്ക് ആക്ച്വലി ബേക്കറിയിൽ ഒരാളിങ്ങനെ ഹാരി പോട്ടറിന്റെ കിൻഡർ ജോയിന്റെ എഡീഷനെ പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് JK റൗളിംഗ്, ദ ഇൻഫ്ലുവൻഷ്യൽ വുമൺ ബിഹൈൻഡ് ദാറ്റ് സ്റ്റോറി. നമ്മള് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? നമ്മൾ എപ്പോഴും ചില ആൾക്കാരെല്ലാം ചിലപ്പം പറയുന്ന ആൾക്കാണ്, ഞാൻ എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ എന്നിട്ട് പോലും എനിക്ക് എന്ത് കിട്ടുന്നില്ല, അതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല, സക്സസ് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഈ ഇടുന്ന എഫേർട്ട് ഒക്കെ വേസ്റ്റ് അല്ലേ? ഞാനപ്പോ അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടതുണ്ടോ? See, let me literally be honest with you. Being patient is a skill. Like, it's not easy. നമ്മൾ എവറി സിംഗിൾ ഡേ എന്താണ്, ചില ദിവസം അപ്സ് ഉണ്ടാവും, ചില ദിവസം ഡൗൺസ് ഉണ്ടാവും. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ആ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ പേഷ്യന്റ് ആയിട്ട് കാത്തിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ഐ വിൽ നെവർ സേ ദാറ്റ് ഇറ്റ്സ് എൻ ഈസി ടാസ്ക്. അത്രയും ഡിഫിക്കൽട്ട് ആണ് അത്. അപ്പൊ എന്താണ്, ആ പേഷ്യൻസിലാണ് പക്ഷെ നമ്മൾ ആ ഒരു കീ ഇരിക്കുന്നത്. എന്താണ്, as I say, success doesn't happen overnight. Patience is the key to success. ലൈക്ക് നമ്മൾ പറയുന്ന ഒരു കോട്ട് പോലെയാണ്, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. നമ്മുടെ ലൈഫിൽ കാണുന്ന സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മളെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എത്ര വലിയ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര വലിയ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എത്ര വലിയൊരു ഗ്രേറ്റ് ഇൻവെൻഷനോ അല്ലെങ്കിൽ വലിയ ബിൽഡിംഗ് ആയിക്കോട്ടെ, എല്ലാം ഇറ്റ് ടൂക്ക് ഇറ്റ്സ് ഓൺ ടൈം, ഇറ്റ് ടൂക്ക് ഇറ്റ്സ് ഓൺ പേഷ്യൻസ് ടു ബിൽഡ് ത്രൂ ദ ഇയേഴ്സ്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് 2 ഇൻസിഡൻസ് ആണ്. ഇപ്പൊ എന്താ ഈ പറഞ്ഞ ഒന്നാമത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ SK എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇതിന്റെ ഒരു ഹിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, വളരെ ഒരു 4-5 കൊല്ലം മുൻപ് തുടങ്ങിയ ഒരു ചാനലാണ്. അന്ന് അതിന്റെ ഞാൻ പേരിട്ടത്, തുടക്കത്തിൽ എന്തെങ്കിലും ഒരു പേരിടണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പേരിട്ടതെന്ന് പറയുന്നത് എന്താണ്, സൂര്യ സ്പേസ് എന്ന് പറയുന്ന ഒരു പേരായിരുന്നു അന്നിട്ടത്. ലൈക്കിനോ ഓൾ കൈൻഡ് ഓഫ് കണ്ടന്റ്. അപ്പൊ അങ്ങനെ കിട്ടേണ്ടിട്ട് എന്താണ് സൂര്യ സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു രീതിക്കാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, അന്നത്തെ എന്റെ ഒരു യൂട്യൂബ് ചാനലിൽ പേരിട്ടത്. അപ്പൊ ഞാൻ തുടക്കത്തിലൊക്കെ എന്താണ് ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ എന്താണ്, ഇപ്പൊ ഞാൻ നമ്മളെ NCSലൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താണ് മാർച്ച് ചെയ്യുന്ന പറയുടെ കുറച്ച് വീഡിയോസ്, പിന്നെ നമ്മളെ പെസ്സിന്റെ ഗെയിമിന്റെ കുറച്ച് വീഡിയോസ്, അങ്ങനെയല്ലോ എന്തെങ്കിലും റാൻഡം കൈൻഡ് ഓഫ് വീഡിയോസ് ഐ യൂസ് ടു ജസ്റ്റ് കീപ് അപ്ലോഡിങ്. വെറുതെ നമ്മളെല്ലാ ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബില്, കാരണം ആ സമയം കോവിഡിന്റെ ഒരു സമയമായിരുന്നു, അപ്പൊ വീട്ടിലെന്തായാലും വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ വെറുതെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇന്ന് ഈ ഒരു രീതിക്ക് ഒരു എഡ്യൂക്കേഷണൽ ചാനലായിട്ട് എനിക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി ഈ ഒരു 2024 ഞാൻ +2 പബ്ലിക് എക്സാമിനോട് അടുപ്പിച്ചിട്ടാണ് ആക്ച്വലി ഈ ഒരു വളരെ സീരിയസ് ആയിട്ട് യൂട്യൂബ് ചാനൽ ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയത് ആ ഒരു ടൈമിലാണ്. അന്ന് എനിക്ക് ഒരു 91 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നു. ദിസ് ഇസ് വെരി റിയൽ ഓണസ്റ്റ് സ്റ്റോറി. 91 സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല എന്റെ യൂട്യൂബ് ചാനൽ. ആ ഒരു സമയം വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസോ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസിന്റെ മാത്രം ഞാൻ വളരെ ഒക്കേഷണൽ ആയിട്ട് എന്താ പറയാ, ഓണവും ക്രിസ്മസും വിഷു എന്നെല്ലാം പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വളരെ റാൻഡം ആയിട്ട് മാത്രം കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഇടുന്നതാണ്. പക്ഷെ പബ്ലിക് എക്സാം എടുത്തപ്പോൾ എനിക്ക് എന്തോ തോന്നി, എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ എന്താണ് കുറച്ച് കുട്ടികൾക്കൊക്കെ ഉപകാരമാവുന്ന രീതിയിൽ, സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ കണ്ടന്റ് ആയിട്ട് ഇടാൻ പറ്റുന്നത് നല്ലതാണ്. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എല്ലാം തുടങ്ങി, കുറച്ച് വ്യൂസ് എല്ലാം കിട്ടി തുടങ്ങി. അപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് സംതിങ് ഇസ് ദർ, ഇതിലെന്തോ ഒരു ഇതുണ്ട്. സോ ഐ കെപ്റ്റ് വർക്കിംഗ് ഹാർഡ്. അപ്പൊ അതിന്റെ അടുക്ക് എന്താണ്, അപ്പോൾ പരീക്ഷയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം എൻട്രൻസ് രീതിയിലേക്ക് പോയി. പിന്നെ എന്താണ്, ഞാൻ വീണ്ടും ഈ നവംബർ ആയപ്പോഴേക്ക് എന്ത് ചെയ്ത് ഈ ഒരു യൂട്യൂബ് ചാനൽ പിന്നെയും തുടങ്ങി. അപ്പൊ അപ്പോഴെന്റെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് 91 ആണ്. ഇപ്പൊ നവംബറിൽ അല്ലെങ്കിൽ ഒരു നവംബറിൽ തുടങ്ങി. ഇപ്പൊ എന്താണ് ജനുവരി, ഓൾമോസ്റ്റ് ഒരു ജനുവരി മിഡ് ആയിട്ടുണ്ട്. 2.5 months കൊണ്ട് എന്റെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 500, ഓൾമോസ്റ്റ് എന്താ പറയാ 0.5K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയിരുന്നു. ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ്, യുനോ. വലിയ എന്ന് പറയുന്നത് 10 മില്യനും 10K സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും 91 സബ്സ്ക്രൈബേഴ്സ് ഒരു 2.5 മാസം കൊണ്ട് ഓൾമോസ്റ്റ് 500 സബ്സ്ക്രൈബേഴ്സിൽ എത്തുന്ന ബിഗ് അച്ചീവ്മെന്റ്. പല ദിവസങ്ങളിലും ഞാനിപ്പോ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്ന ഇതിനെ കൂടെ വല്ല കാര്യമുണ്ടോ? അന്നേരമൊന്നും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ഒന്നും. ബട്ട് ഐ വെയിറ്റഡ് പേഷ്യന്റ്ലി. നമ്മൾ അവിടെ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ആ ഫെയ്ത്ത് എന്നുള്ളത്, ആ പോസിറ്റീവായിട്ട് ഫെയ്ത്ത് ഉണ്ടാവുക. ഐ യൂസ് ടു ബിലീവ്, ഓക്കെ ഞാൻ ഇപ്പം ചെയ്യുന്നതിനെ കൊണ്ട് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ എന്താണ്, ഇഫ് ഐ കീപ് ഡൂയിങ് ഇറ്റ് കൺസിസ്റ്റന്റ്ലി എവറി സിംഗിൾ ഡേ, സംഡേ ഐ മൈറ്റ് ഗെറ്റ് റിസൾട്ട്. എന്താണ്, ഭയങ്കര ഇലോൺ മസ്കിനെ പോലെ ഭയങ്കര സക്സസ്ഫുൾ ആയി നമുക്ക് പറയാറായിട്ടൊന്നുമില്ല. പക്ഷെ ഒരു
യൂട്യൂബ് ചാനൽ എന്ന രീതിക്ക് ഇതിനെ പറ്റി പറയുന്ന ഒരു ചെറിയൊരു സക്സസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ചാനലിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഇസ് ഹൗ ലൈഫ് വർക്ക്സ്. നമ്മുടെ ഈ ഒരു സക്സസ് നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ആ സക്സസ് എന്നതിന്റെ ഒരു ടിപ്പ് മാത്രമേ നിങ്ങൾ കാണില്ല. അതിന് വേണ്ടിയിട്ട് ഓരോ ആൾക്കാരും എത്രത്തോളം എന്താണ് ഹാർഡ് വർക്ക് എന്നത് പോട്ടെ, എത്രത്തോളം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മള് എന്താണ് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. എനിക്കറിയില്ല ഞാനിപ്പോ ഇങ്ങനെ മുന്നോട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് എനിക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ദാറ്റ്സ് ബിയോണ്ട് മൈ കൺട്രോൾ. പക്ഷെ അത് എവറി സിംഗിൾ ഡേ വെൻ ഐ ജസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദ ടാസ്ക്, ഐ ജസ്റ്റ് ഫോക്കസ്ഡ് ഓൺ മൈ ഡ്യൂട്ടി. മൈ ഡ്യൂട്ടി വാസ് ടു അപ്ലോഡ് യൂട്യൂബ് വീഡിയോസ്. അപ്പൊ എന്താ അത് കൃത്യമായിട്ട് ഓരോ ദിവസം ചെയ്തു വരുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ജസ്റ്റ് കെപ്റ്റ് മൾട്ടിപ്ലൈസിങ്. അപ്പൊ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 500 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി. ഇതാണ് എന്റെ ഒന്നാമത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. സോ ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ്. നമ്മള് എന്താണ് നമുക്കിപ്പോ എന്ത് കാര്യം സിഗ്നിഫിക്കന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഗോൾ എന്ന് പറയുന്നത് ഇപ്പൊ പബ്ലിക് എക്സാമിൽ നല്ല മാർക്ക് കിട്ടണം, ഫുൾ എ പ്ലസ് കിട്ടണം, ബീറ്റ് എനി ഗോൾ. നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് പേഷ്യൻസ്. വി നീഡ് പേഷ്യൻസ് മോർ ദാൻ എനിത്തിങ്. പേഷ്യൻസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്കിൽ ഐ വുഡ് എവർ റെക്കമെൻഡ് യു ടു ഡെവലപ്പ്. കാരണം പേഷ്യൻസ് ഇല്ലെങ്കിൽ നമ്മൾ പകുതിക്ക് വഴിയിൽ തന്നെ എന്താണ് നമ്മൾ മിഡ് ട്രാക്കിൽ നമ്മളങ്ങ് എന്താണ് അവിടെ ഗീവ് അപ്പ് ആയി കളയും. ഇത് പെട്ടെന്ന് റിസൾട്ട് ഒന്നും കാണില്ല എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇഫ് യു ആർ റെഡി ടു ബി പേഷ്യന്റ് ഇൻ ലൈഫ്, സം ഡേ, ഐ എം നോട്ട് സെയിങ് വെൻ, ഐ ഡോണ്ട് നോ വെൻ, ബട്ട് സം ഡേ ഇൻ ലൈഫ് യു വിൽ ബിക്കം സക്സസ്ഫുൾ. ബൈ.